ും മറ്റും അടിഞ്ഞാട്ടത്തിന്റെ അള്ളാഹു നമ്മുടെ കുട്ടികളൊക്കെ കാക്കട്ടെ. നമ്മളിത് പറഞ്ഞത് കൊണ്ടായില്ല, പഴയതുപോലെയല്ല ഇപ്പോഴത്തെ പറച്ചിലുകളൊക്കെ വെറുതെ. പക്ഷെ എന്നാലും ഈ പറച്ചിലും ഒരു ഇബാദത്താണ്, കേൾക്കുന്നതും ഒരു ഇബാദത്താണ്. 1001 മനസ്സിൽ ഒരു ഭാഗത്ത് കടുത്തിറക്കുന്നതും മറ്റുമാണെങ്കിൽ മറുഭാഗത്ത് നേരത്തെ പറവൂർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികൾക്ക് ഇപ്പൊ കല്യാണം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുമ്പോ ചെറുതൊന്നല്ല, എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നാളെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ചാടിപ്പോയത് നമ്മുടെ ജില്ലയിൽ ഒരു നല്ല മനുഷ്യൻ. ഞാൻ ഉള്ളത് വാക്യാത്താണ്, പക്ഷേ പേരും നാടും പറയുന്നതിൽ അർത്ഥമല്ലല്ലോ. ഒരു നല്ല മനുഷ്യൻ 10,000-2000 പേരെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് കല്യാണം നടത്താൻ നാളെ കല്യാണം, ഇന്ന് രാത്രി 8:30 മണിക്കാണ് ഇത്ര പെൺകുട്ടി ചാടിപ്പോകുന്നത്. ആ പെൺകുട്ടി ചാടിപ്പോകുമ്പോ ഈ സാധുവായ പറ്റൂല. ഡ്രൈവർമാരൊന്നും വിചാരിക്കരുതട്ടാ, നമ്മുടെ പറവൂർ ഭാഗത്തുള്ള ഡ്രൈവർമാര് നിങ്ങളൊന്നും വിചാരിക്കല്ലേ ഈ കാക്കിക്കുപ്പാൻ ഡ്രൈവറായിട്ടാണ്. എന്നാലും മോനെ തിരിക്കുമ്പോ ശ്രദ്ധിക്കണട്ടോ, വല്ലാത്ത കടുപ്പാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ തിരിക്കലുണ്ടല്ല, അസറാഹിന്റെ വരവ് തിരിക്കല് കുറച്ച് പ്രശ്നമാണ്. ഈ പഴയ കാലത്തത് പറയും. ഇപ്പൊ ഉസ്താദുമാരൊക്കെ പറയുന്നത് അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിയാരാവട്ടെ, തങ്ങളാവട്ടെ, ഹാജിയാവട്ടെ, എല്ലാവരും വളരെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ് എന്നുള്ളത് അത് പറയലല്ല, ഒന്ന് സംഭവിച്ചു നോക്കട്ടെ. ഈ പ്രസംഗിക്കുന്ന ഞാനും ഒരു ഉപ്പയാണ്. എനിക്കും അല്ലാഹു പെൺകുട്ടികളെയും ആൺകുട്ടികളും നൽകിയിട്ടുണ്ട്. എന്താണ് അവസ്ഥകൾ നമ്മുടെ കൊണ്ടോട്ടിയിൽ? ഇവിടെ തന്നെ കൊണ്ടോട്ടിയിൽ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി രാത്രി കിടക്കാൻ പോകുമ്പോ ഭാര്യ ചോദിക്കുകയാണത്രേ, എന്നൊന്ന് ഫ്രീ ആക്കി തരുമോ? എന്താ ഈ ഫ്രീ ആക്കല്? ഇതെന്തിനാ കൊണ്ടോട്ടി പറഞ്ഞതറിയോ? നിങ്ങൾ ശ്രദ്ധിക്കാനാ. രാത്രി ഇങ്ങനെ വാള് കഴിഞ്ഞ് പോകുമ്പോ ഒന്ന് ഫ്രീ ആക്കി തരുക വെച്ചാൽ കഴിഞ്ഞില്ലേ? അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി, വേല ഞാൻ പറയാം. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. എന്നൊന്ന് ഫ്രീ ആക്കി തരുമോ? അപ്പൊ ഈ സാധു എനിക്ക് പരിചയമുള്ള ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ ചോദിച്ചത്ര എന്താ നീ പറയുന്നത്? ഒന്നുമില്ല, എന്റെ വാട്സപ്പിലെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, നാളെ ഞങ്ങളൊരു വഴിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചോരക്കുഞ്ഞൊരു കുട്ടിയുണ്ട്. ഈ ചെറുപ്പക്കാരൻ നമ്മുടെ ഈ കുട്ടിയോ ചോദിച്ചപ്പോ കുട്ടി എനിക്ക് വേണ്ട. അതുപോട്ടെ, നേരം പെടുത്തു സഹോദരങ്ങളെ. ഇത് എവിടെയോ ഉള്ളതല്ല, കൊണ്ടോട്ടി ഭാഗത്ത്. എനിക്ക് ആളറിയാ, വീടും അറിയാം. അപ്പോ നേരം വെളുത്തപ്പോ ഈ പെണ്ണ്, ഭർത്താവ് ആരാണ് ഭർത്താവ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലം കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിച്ചാലും ഹക്ക് വീട്ടിയെന്ന് പറയാൻ ഏത് പെൺകുട്ടിക്ക് കഴിയും എന്ന് ചോദിച്ച ധീരിന്റെ മക്കളാണ് നമ്മൾ. യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീ സമൂഹമേ, ലൗ തഅലംന ബിഹഖി അസ്വാജികുന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഹക്കുകളെങ്ങാനും നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ കവിൾത്തടം കൊണ്ട് ഭർത്താക്കന്മാരുടെ ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് നിങ്ങൾ കവിൾത്തടം കൊണ്ട് വടിച്ചെടുക്കുമായിരുന്നു എന്ന് പഠിപ്പിച്ച ധീരിന്റെ മക്കളാണ്. പക്ഷേ ആരോട് പറയും, എവിടെ പറയും? നേരം എടുത്തിട്ട് പറയാണത്ര ഈ മനുഷ്യനോട്, ഒന്നും വിചാരിക്കണ്ടട്ടാ, ഞങ്ങളിങ്ങനെ. അപ്പൊ ബൈക്കിൽ ഒരുത്തൻ വന്ന് നിൽക്കുന്ന ആ സാധു മനുഷ്യൻ, ഒരു ഭർത്താവ് പാറ പോലെ തരിച്ചു നിൽക്കുമ്പോ ഇവള് പറയാണത്ര, ഒന്നും വിചാരിക്കണ്ട, ബൈക്കിൽ കയറി അങ്ങ് പോയി. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോളി, അള്ളാഹ് കാക്കട്ടെ. ആ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളി. നേരെ വിളിക്കുമ്പോ കണ്ടില്ലെങ്കിലേ പ്രശ്നങ്ങളാ. ഞാനങ്ങ് പറഞ്ഞപ്പോ ഒന്ന് പരത്തിയെന്ന് മാത്രം. വളരെ വിഷമകരമായ അവസ്ഥ. 18 വയസ്സ് തികയാൻ 2 ആഴ്ച ബാക്കിയുള്ളൊരു പെണ്ണ്, ആ പെൺകുട്ടി ഉമ്മയുടെ മുഖത്ത് നോക്കി പച്ചയില് പറയാ, എന്നെ ഇന്നവെന്ന് കെട്ടിച്ചു കൊടുക്കണം. മുമ്പൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എങ്ങനെ കേൾക്കാറുണ്ട്? ഞാന് പുറത്തുള്ള ആളല്ല, ദേവർഷോലതൊക്കെ പറഞ്ഞാലും എല്ലാ ഈ ഭാഗത്ത് തന്നെയാണ്. അവർ പുറത്തുള്ളവന്റെ സംസാരമായി കൂട്ടരുത്. മുമ്പ് നമ്മുടെ ജില്ലയിൽ എങ്ങനെ കേൾക്കാറുണ്ട്?